ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് collegemunchi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ AG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ലക്ഷ്മി മെമ്മോറിയൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന അവരുടെ തന്നെയായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് AG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസ്. ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ്റെയും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യൻ്റെയും അക്രഡിറ്റേഷൻ റെക്കഗ്നിഷൻ കിട്ടിയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമ്മുടെ AG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസ്. അതേപോലെ തന്നെ ഇവർ നമ്മുടെ കർണാടക ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസുമായിട്ട് അഫിലിയേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കേഷൻ വാല്യൂ, അതേപോലെ തന്നെ ഫെസിലിറ്റീസ്, ഫാക്കൽറ്റീസ്, എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡഡ് ആയിരിക്കും. ആൻഡ് ഇവരുടെ നല്ല രീതിയിൽ പേഷ്യൻ്റ് ഫ്ലോ വരുന്ന ഒരു നമ്മുടെ ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഉള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡെൻ്റൽ കോളേജാണ് ഈ ഒരു AG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസ് എന്ന് പറയുന്നത്. ഇവരുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതിന് ഹെൽത്ത് ഫോർ ഓൾ എന്ന് വെച്ചാൽ എല്ലാവർക്കും നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുക്കുക, അതേപോലെ തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു മെയിൻ എയിം എന്ന് പറയുന്നത്. അറൗണ്ട് ഒരു 1850 പ്ലസ് സ്റ്റുഡൻസ് ആണ് ഇവിടെ UGക്ക് ആയിട്ട് അഡ്മിറ്റഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ PGക്ക് ആകുമ്പോൾ 580 പ്ലസ് സ്റ്റുഡൻസ് ഇവിടെ അഡ്മിറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പേഷ്യൻ്റ് ഫ്ലോ ഉള്ളൊരു കോളേജ് ആയതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് നല്ല രീതി സ്റ്റുഡൻസ് തന്നെ കൂടുതൽ ഈ ഒരു കോളേജ് ചൂസ് ചെയ്യാൻ BDS പോലൊരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് നിൽക്കാറുണ്ട്. പിന്നെ ഇനി ഇവരുടെ തന്നെ അക്കാഡമിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ BDS, MDS, PhD ഒക്കെ ഈ ഒരു ഡെൻ്റൽ സയൻസ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ BDSൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാം, നീറ്റ് എന്തായാലും നമ്മൾ ക്വാളിഫൈ ആയിട്ടുണ്ടായിരിക്കണം. അതേപോലെ തന്നെ +2 മിനിമം മാർക്ക് നിങ്ങൾക്ക് വേണം. അപ്പോൾ ഈ ഒരു സ്റ്റുഡൻസ് എലിജിബിൾ ആവണമെങ്കിൽ നിങ്ങൾ +2 എന്തായാലും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ സബ്ജക്ട്സിൽ എന്തായാലും പാസ്ഡ് ആയിരിക്കണം. അതേപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ സബ്ജക്ട്സിൽ നിങ്ങൾക്ക് മിനിമം 50% മാർക്കും വേണം. ഇനി നിങ്ങൾ എൻട്രൻസ് എക്സാംസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നതിൽ നിങ്ങൾ ക്വാളിഫൈ ആയിരിക്കണം. അതായത് 40% നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചിട്ട് 40% അല്ലെങ്കിൽ 50% മാർക്കിൻ്റെ എബവ് നിങ്ങൾക്ക് എന്തായാലും വേണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഏജ് റിക്വയർമെൻറ്റ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് 17 ഇയേഴ്സിൻ്റെ മുകളിൽ എന്തായാലും ആയിട്ടുണ്ടാവണം. ഇനി അഡ്മിഷൻ പ്രൊസീജിയർ പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു നീറ്റ് ക്വാളിഫൈ ആയിട്ടുണ്ടാവണം. അതേപോലെ തന്നെ നിങ്ങൾ സെൻട്രലൈസ്ഡ് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തിട്ട് അതിലൂടെ വേണം നിങ്ങൾ ഈ ഒരു കോളേജിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ആൻഡ് ഇവർക്ക് തന്നെ കുറേ അധികം ക്യാമ്പസുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി നിങ്ങൾ ഫോറിൻ സ്റ്റുഡൻ്റ് ആണെങ്കിൽ NRI കാറ്റഗറിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ NRI കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾ കോളേജ് ഓഫീസുമായിട്ട് എന്തായാലും ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നോക്കുക. ഇനി നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളുടെ ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാനാണെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അസിസ്റ്റൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ നിങ്ങൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സും പ്ലസ് നിങ്ങളുടെ ഒറിജിനൽ +3 അറ്റസ്റ്റഡ് കോപ്പീസ് ആയിരിക്കും നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരിക. ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് +2ൻ്റെയും 10ൻ്റെയും നിങ്ങളുടെ മാർക്ക് കാർഡ് നിങ്ങൾക്ക് വേണം. അതേപോലെ തന്നെ SSLCയിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് എന്തായാലും നോക്കണം. പിന്നെ നിങ്ങൾ നോൺ കർണാടക സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഏത് ഇവിടെ നിന്നാണോ പഠിച്ചത്, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, ഏത് സ്കൂളിൽ നിന്നാണോ നിങ്ങൾ പഠിച്ചത് അതിൻ്റെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങണം. പിന്നെ NRI കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട്, പാരൻറ്റിൻ്റെ പാസ്പോർട്ട്, സ്പോൺസർഷിപ്പ് ലെറ്റർ, അങ്ങനത്തെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കയ്യിൽ വെക്കേണ്ടി വരും. പിന്നെ TC, പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ്, CC, നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പി, അതേപോലെ തന്നെ നിങ്ങളുടെ കളർ ഫോട്ടോഗ്രാഫ് 6 കോപ്പീസ് നിങ്ങൾ അവിടെ സബ്മിറ്റ് ചെയ്യണം. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ബ്ലഡ് ഗ്രൂപ്പ് സർട്ടിഫിക്കറ്റ്. ഇനി നിങ്ങൾ SC ST കാറ്റഗറിയിൽ അപ്ലൈ ചെയ്തൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആ കാറ്റഗറീൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു BDS മാത്രമല്ല ഇവിടെ MDS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ MDSന് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾ നീറ്റ് PG ക്വാളിഫൈ ആയിട്ടുണ്ടാവണം. BDS ആണെങ്കിൽ നിങ്ങൾ നീറ്റ് UG ആണ് ക്വാളിഫൈ ആവേണ്ടത്. അപ്പോൾ ഈ ഒരു MDSൽ നിങ്ങൾ BDS പാസ്സായതിനു ശേഷം നിങ്ങൾക്ക് നീറ്റ് UPG ക്വാളിഫൈ ആയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ PDS പോലൊരു കോഴ്സ് എടുത്ത് പഠിക്കാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളുടെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ചോയ്സ് തന്നെയാണ് AG ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസസ് എന്ന് പറഞ്ഞ ഈ ഒരു കോളേജ്. ഇനി ഇവിടെ പോരാത്തതിന് കുറേ അധികം ഡിപ്പാർട്ട്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്കറിയാം MDSൽ തന്നെയാണെങ്കിൽ നമുക്ക് കുറേ സ്പെഷ്യലൈസേഷനോട് കൂടി MDS ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പോരാത്തതിന് പേഷ്യൻ്റ് ഫ്ലോൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു നല്ല രീതിയിലുണ്ട്. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്
ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം തന്നെ ഉള്ളൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ പേഷ്യൻ്റ് ഫ്ലോ വരുന്നത്. അപ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സാണ് നമുക്ക് നോക്കാം. ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറി, പെരിയോഡോൺടോളജി, പ്രോസ്റ്റോഡോൺടിക്സ് ആൻഡ് ക്രൗൺ ബ്രിഡ്ജ്, ഓർത്തോഡോൺടിക്സ് ആൻഡ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപെഡിക്സ്, കൺസർവേറ്റീവ് ഡെന്റിസ്ട്രി ആൻഡ് എൻഡോഡോൺടിക്സ്, പീഡിയാട്രിക് ആൻഡ് പ്രിവെൻറ്റീവ് ഡെന്റിസ്ട്രി, ഓറൽ പാത്തോളജി ആൻഡ് ഓറൽ മൈക്രോബയോളജി, പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി, ജനറൽ സർജറി, ജനറൽ മെഡിസിൻ. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്സുകളെല്ലാം തന്നെ ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പേഷ്യൻ്റ് ഫ്ലോ ഉള്ള നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സ്കിൽസും അതേപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ പഠിക്കാം എന്നുള്ള രീതിയിലുള്ള എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് BDS ആയിട്ട് ഈ ഒരു കോഴ്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് നമ്മൾ AJ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെൻ്റൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വേണം അല്ലെങ്കിൽ അഡ്മിഷൻ അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം.